കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താൽ നേരിടുന്നതിൽ പോലീസ് വീഴ്ച എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് മുന്നൊരുക്കം നടത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ. ഹർത്താലിന്റെ പേരിൽ എടുത്ത കേസുകൾ സർക്കാർ പിൻവലിക്കണം എന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. നിതിൻ രാജിന് നീതി ഉറപ്പാക്കുക എന്ന ആഹ്വാനവുമായി 52 ദളിത് സംഘടനകളും ആക്ഷൻ കൗൺസിലും ചേർന്ന് നടത്തിയ കേരള ഹർത്താൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് പോലീസ് മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലെ വിമർശനം. ബസ്സുകൾ തടയുന്നതും കടകൾ അടപ്പിക്കുന്നതും റോഡ് തടഞ്ഞുള്ള സമരങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ മുൻകൂട്ടി അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്തില്ല. ഇത് കാരണം പലയിടത്തും പ്രതിഷേധക്കാരെ നേരിടാൻ സംഭവ സമയം മതിയായ പോലീസുകാരുണ്ടായിരുന്നില്ല. ദേശീയപാതയിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കുണ്ടായ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ഗുരുതര വീഴ്ചയുണ്ടായി. മെഡിക്കൽ കോളേജ് RCCയിലേക്കുള്ള രോഗികൾ, VIT എൻട്രൻസ് പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥികൾ എന്നിവർ വഴിയിൽ കുടുങ്ങി. DHRM അടക്കമുള്ള സംഘടനകളുടെ മുന്നൊരുക്കം റിപ്പോർട്ട് ചെയ്തില്ലെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട്. അതേസമയം ഹർത്താലിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്നലെ പോലീസ് നടത്തിയതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. ഈ ഹർത്താൽ പങ്കെടുത്ത അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരിൽ പോലീസ് എടുത്ത കേസുകൾ അത് പിൻവലിക്കേണ്ടതായിട്ടുണ്ട്. ആ പൂഴി ലോൺ എടുത്തതും അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, നിതിൻ്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് പ്രതികൾ രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മരണത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.